ഹലോ ഗായ്സ്, ഇന്ന് ഉത്തരേൻ്റെ ഒരു വലിയൊരു ആഗ്രഹത്തിലേക്കാണ് നമ്മളിപ്പം നടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയമാണ് ഞാൻ പല്ലിന് ക്ലിപ്പിട്ടെ. അപ്പോഴേ എൻ്റെ പൊന്നുമോള് ആ ആഗ്രഹം വെച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്നാണ് എനിക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ വേളയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അതെന്തെന്ന് എനിക്ക് പറയാനില്ലാത്ത നേരത്തെ ക്ലിപ്പുണ്ട്. ഇവള് വ്ളോഗ് എടുത്തിന്. പിന്നെ ഹലോ ഗൈസ്, എനിക്ക് പല്ലിനെ ക്ലിപ്പ് ഇടണേന്നില്ല പറഞ്ഞിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് വ്ളോഗ് എടുത്തിന്. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ പല്ലൊന്ന് വേഗം ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. ആക്ച്വലി നമ്മൾ ഒപ്പരാണ് പിന്നെ പല്ലിൻ്റെ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയത്. പക്ഷേ അന്നേരം ഓരോ സാഹചര്യം കാരണം എനിക്ക് മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് മാസത്തിൽ ഓരോ തവണയും പിന്നെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുമല്ലോ. അന്നേരം എനിക്ക് മനസ്സിലൊരു കുത്തൽ. ഇവളെ കൂട്ടിയിട്ട് പോകാൻ പറ്റുന്നില്ല, ഇവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു മൂത്ത ചേച്ചി എന്ന നിലയിൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ചെയ്യുന്നു ആ കാര്യത്തിൽ. അപ്പോൾ ഇന്ന് ഇവളുടെ മാത്രമല്ല എൻ്റെയും കൂടി ആഗ്രഹമാണ് നിറവേറ്റാൻ പോകുന്നത്. ഗൈസ്, നമ്മുടെ നാടെന്ന് പ്രകൃതി മനോഹരമാണല്ലേ അല്ലേ ഇത്രയും? അതെ. ഇതാ കനാലാണ്, ഭയങ്കര സീനറി കേട്ടോ. കനാലിൻ്റെ ഒരു ഭംഗി കാണുന്നുണ്ട് നിങ്ങൾ. വാവ്, സൂര്യൻ, ഉദിച്ച് നിൽക്കുന്ന സൂര്യൻ എക്സെട്ര. ഗൈസ്, ഞാൻ ആലോചിക്കുമായിരുന്നേ, ഇനിയിപ്പം ക്ലിപ്പിടണം. അതായത് ഈ സാധനം ഒട്ടിക്കും, അത് കഴിഞ്ഞിട്ട് പല്ലെടുക്കും, 4 പല്ലോളം എടുക്കും. അതിനുള്ള നല്ല ഒടുക്കത്തെ വേദനയായിരിക്കും, വിചാരിക്കുന്ന പോലെയല്ല. അന്നേരം ഈ ആഗ്രഹം എന്നുള്ള മൈൻഡൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കമ്പിയിട്ട് ഓരോ തവണ ടൈറ്റ് ആക്കുമ്പോഴുള്ള ആര് റെഡി? യെസ് യെസ്. ദൈവത്തിനറിയാം, കുറേ സഹിക്കേണ്ടി വരും. കേട്ടിന? മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ടേക്ക് തന്നെ എന്ന ഭാവത്തിലാണ് ഇപ്പോൾ ഉത്തരയിരിക്കുന്നത്. ഞാൻ പിന്നെ കൂടുതൽ പറഞ്ഞ് ടെൻഷൻ ആക്കുന്നില്ല. അധികം സംസാരിക്കും. ഉത്തുമോളെ ഞാൻ കൊളോളത്തെ എൻ്റെ വീട്ടിലാക്കിയിട്ട് നമ്മൾ കണ്ണൂരേക്ക് പോന്ന. എൻ്റെ ഒന്നിച്ച് പഠിച്ച എൻ്റെ ഏറ്റവും അത്രയും നല്ലൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കണ്ണൂരേക്ക് പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ബീച്ച് പാർക്കിലെത്തി. പയ്യാമ്പലം ബീച്ച് പാർക്കിലെത്തി. നമുക്ക് പിന്നെ കണ്ണൂരുകാരായാലും പ്രത്യേകം നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പിന്നെ പയ്യാമ്പലം ബീച്ച് പാർക്ക്, കോട്ട, പിന്നെ ലൈറ്റ് ഹൗസ്, ഈ സ്ഥലങ്ങൾ വിട്ടിട്ടുള്ള കളിയില്ല. അപ്പോൾ ഇപ്പം അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി പിന്നെ ഞാനും അങ്ങോട്ട് പോവാണ്. അവർ പിന്നെ അങ്ങനെ ബാക്കിയുള്ളവരങ്ങെത്തി. ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കടലിന് ചേർന്നിട്ടുള്ളൊരു പുഴ പോലത്തെ ഒരു സംഭവമാണ് കാണുന്നത്. നല്ല കാറ്റുണ്ട്. വാവ്. ഒരു ഫോട്ടോ എടുത്താൽ മതി. അമ്മ എന്തുണ്ട് ഫ്രണ്ട്സിനെ എല്ലാം കണ്ടിട്ട്? ഓ സൂപ്പറാണ്. നല്ല വെയിലല്ലേ? വെയില് പിന്നെ വൈകുന്നേരം ആകുമ്പോ വെയിലുണ്ടാവും. അതെ, എന്റെ ചങ്ങായിമാരെ കണ്ടുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസമാണ്. സന്തോഷം, സംതൃപ്തി എല്ലാം ഉണ്ട്. വാ,
പണ്ട് 10ാം ക്ലാസ്സിലും +2 ഒക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറുണ്ട് നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ കൊണ്ട് നടക്കണം, ഈ ഹാപ്പിനെസ് ഇങ്ങനെ കൊണ്ട് നടക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇൻസ്റ്റഗ്രാമിലുണ്ട്. പക്ഷേ മേ ബി നമ്മളൊരു ഗെറ്റ് ടുഗദർ എല്ലാം വെക്കുന്ന സമയത്ത് എല്ലാവരും ഓടി വരുമായിരിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇതിപ്പോൾ നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ പുതിയ വന്നതാ. അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പോകുമ്പോഴുള്ള ഒരു വീഡിയോ ഞാൻ ഇടും. അത് ആടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എൻ്റെ മാതാശ്രീയാണ്. ഇനിയിപ്പോൾ ഇവർ പോയിട്ടാകുമ്പോൾ അന്നീടെ പിടിച്ച് നിർത്തും. പൊന്നോ എനക്കൊരു ഫോട്ടോ എടുത്താന്നും പറഞ്ഞിട്ട്. കഴിച്ചൊരു നീണ്ട ഫോട്ടോഷൂട്ടിനൊടുവിൽ ഞാൻ ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ്. നല്ലൊരു മെമ്മറീസ് അല്ലേ ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ബിസി ലൈഫായിരിക്കും. ആ സമയത്ത് പഴയ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അടിപൊളി അല്ലേ? നൈസ്. ഞാൻ വിചാരിച്ച എനിക്ക് നല്ല രീതിക്കുള്ള സോഷ്യൽ ആങ്സൈറ്റി, അതായത് ആൾക്കാരെ മുമ്പ് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ചമ്മലായിരിക്കും വിചാരിച്ചത്. പക്ഷെ ഞാൻ ഒരു നാണമാനം ഇല്ലാത്ത ആളായി പോയി എന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? അമ്മേ, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഒരു 2 വാക്ക്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അവരിൽ ഏതെല്ലോ ഭാഗങ്ങളിലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം കുറച്ച് കാലമായിട്ടാണ് ഇവരെല്ലാം പരിചയപ്പെടാനും നമുക്ക് ഒത്തുകൂടാനെല്ലാം കഴിഞ്ഞ്. ആ ഒരു സന്തോഷം നല്ലോണം ഉണ്ട്. പരിചയപ്പെടാനോ? പരിചയപ്പെടാന്ന് പറഞ്ഞാൽ അടുത്ത് കാണുന്നവരായിരിക്കും, എന്നാലും നമ്മൾ അങ്ങനെയല്ലേ മുൻപോയാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് നമുക്കൊരു പരിചയം പുതുക്കലും പിന്നെ ഒരു ഗ്രൂപ്പാക്കി അതിലൂടെ നമ്മൾ കൂടുതൽ സൗഹൃദം സ്ഥാപിച്ച് ഇപ്പോൾ ഇങ്ങനെ പയ്യാമ്പലം ബീച്ചിലും ആടിയടിയെല്ലാം വന്ന് നമുക്ക് കൂടുതൽ സന്തോഷമാകുന്നു. ഇതെല്ലാം വേറെ എന്നാ വേണ്ടേടി? എല്ലാവരും വന്നിട്ടില്ലല്ലോ അല്ലേ? കുറച്ചാണ്. അവരെല്ലാവരും പോയി കഴിച്ചു. അപ്പം നമ്മൾ പിന്നെ അമ്മയും ഞാനും പോയിന്നില്ല. ഇതാ അമ്മ അച്ഛനെ വിളിക്കാൻ നോക്കുകയാണ്. പിന്നെ നമ്മൾ 2ആളും പോയിന്നില്ല. നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് പതുക്കെ പോകാമെന്ന ആ ഒരു ഇതിലാണ് നമ്മൾ 2ആളും ഇവിടെ നിൽക്കുന്നത്. ഗൈസ്, ഇപ്പം ഞാൻ അമ്മേനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിച്ചിട്ടുണ്ടെങ്കിലും അമ്മേൻ്റെ ശ്രദ്ധ മൊത്തം ഞാൻ വെള്ളത്തിലിറങ്ങുന്നുണ്ടോ മൈക്ക് എൻ്റെ കൈമേലായതുകൊണ്ട് ചിലപ്പോൾ അമ്മ കൂക്കുന്നത് നിങ്ങൾ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, അമ്മക്ക് ചില്ല് ചെയ്യണം പോലെ ഇവിടുന്ന് ബാഗെല്ലാം എൻ്റെ കൈമേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. നല്ല പേടിയുണ്ട്. വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയുണ്ട്, എന്നാൽ നല്ല ആഗ്രഹമുണ്ട്. ഗൈസ്, നിങ്ങൾ അവിടെ ഒരു ചെറിയ കുട്ടീനെ കണ്ടോ? അവിടെ ഇരുന്നിട്ട് കുറേ നേരം വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നു. ആണെങ്കിൽ വൈകുന്നേരം സമയമല്ലേ, വേലിയേറ്റ സമയമല്ലേ, ഒരു തിര നല്ല കനത്തിൽ വന്നിട്ടുണ്ട്, അതങ്ങ് പോകും. അത്രയേ ഉള്ളൂ. അത്രയും കുഞ്ഞു മോനാണ്. അച്ഛനും അമ്മയും ദൂരെ നിന്നിട്ട് നോക്കുന്നുണ്ട്. ഇവര് കുട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കണ്ടിട്ടും കാര്യമുണ്ടോ? ഈ പോത്ത് പോലത്തെ അന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഒച്ചപ്പാടാക്കുന്നു. നമ്മൾ അങ്ങനെ ഇവിടുന്ന് വിടുകയാണ് അല്ലേ? വീട്ടിൽ പോയിക്കൂടെ? വീട്ടിൽ പോവാം. ഇനി അച്ഛൻ്റെ അടുത്തേക്കും കൂടി ഒന്ന് പോയിട്ട് ഓക്കെ. അച്ഛൻ്റെ അടുത്തും കൂടി പോയിട്ട് അച്ഛനെയും കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഗൈസ്, നമ്മള് അച്ഛനെയും കൂട്ടി ഇറങ്ങി. ഒരു ആയി പറഞ്ഞേ. കൊറേ നേരം വെയിറ്റ് ചെയ്തു. അച്ഛൻ്റെ ഡ്യൂട്ടി ചെയ്യണ്ടേ? എന്നാട്ടെ കൂട്ടിയിട്ട് വരാൻ പറ്റുമോ അല്ലേ?